This conference will now be recorded. Okay, screen കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാനുള്ള. ഹലോ, ഇല്ല, കാണുന്നില്ല. ഇല്ല, wait. This conference will now be recorded. Okay, ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഹലോ, ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, ഗുഡ് ഈവനിങ്. തുടങ്ങിയാലോ നമുക്ക്? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ ഓക്കെ, സോ വെൽക്കം ടു UIUX. നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രോ കഴിഞ്ഞ ദിവസം നിയാസ് തന്നിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, നമ്മൾ ഏത് ടൂളായിരിക്കും യൂസ് ചെയ്യാൻ പോണത്, ദെൻ ബാക്കി കുറച്ച് റിസോഴ്സസിനെ കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ ഇന്നത്തെ ഫുൾ സെഷനിൽ കവർ ചെയ്യാൻ പോണത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. So let me ask you a question. What do you expect from designing? Like, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്? സോ ഐ ക്യാൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ലൈക്ക് ടച്ച് ചെയ്താൽ ഇറ്റ് വോണ്ട് ബി വിസിബിൾ ഫോർ മീ. ഹലോ, എനിവൺ? ഹലോ, കേൾക്കണുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല? ഉണ്ട്. ഓക്കെ, യെസ്. സോ ചോദിച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ എന്താണ് ഡിസൈനിങ്ങിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദിസ് സെഷൻ? ജനറൽ ഡിസൈനിങ്ങിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ മൈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ലൈക്ക് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇത് നമ്മൾ കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഫോണ്ടും കളറിങ്ങും പൊസിഷനിങ്ങും എല്ലാം പക്കയായിട്ട്. റൈറ്റ്, ഓക്കെ. വേറെ വെബ് ഡിസൈനിങ്, ആപ്പ് ഡിസൈനിങ് ഒക്കെ താല്പര്യമുണ്ട്. അപ്പം അതില് ഹെൽപ്പ് ചെയ്യുന്ന തോന്നി. ഓക്കെ, സോ വെബ്സൈറ്റും ആപ്പൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, കോഡിംഗ് പഠിച്ചോണ്ടിരിക്കുകയാണ്, അതിലേക്ക് Okay, so കേറിയിട്ടില്ല. okay, cool. Okay, then anyone else? ഇപ്പോ യൂസർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു വെബ്സൈറ്റ് അപ്പിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസൈനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. സോ അപ്പോൾ അതെങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, റൈറ്റ്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഐഡിയ പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യുവർ ഇമേജ് കണ്ടിട്ടുണ്ടോ? ഹലോ, യുവർ ഇമേജ് കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിലുള്ള ഒരു യുഐന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഇമേജ് തന്നെ, ലൈക്ക് ഒരു കെച്ചപ്പ് ബോട്ട്. കെച്ചപ്പ് ബോട്ടില് 2 ടൈപ്പ് ആണ്. അപ്പൊ അതില് യൂസറിന് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ളത് സെക്കൻഡ് വൺ ആണ്. ഇതില് കാണിക്കുന്ന വെച്ചിട്ടാണെങ്കിൽ UI വേഴ്സസ് UX ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. സോ യൂസർ ഇന്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് തമ്മിലുള്ള വ്യത്യാസം, വൈ യൂസർ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു ഇമേജിൽ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ കാണുന്ന ബോട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും. ഓക്കെ, കാണാൻ അടിപൊളിയായിരിക്കും. ബട്ട് എപ്പോഴും നമ്മൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ തിങ്ക് ഫ്രം ദ യൂസേഴ്സ് സൈഡ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരു യൂസറിനനുസരിച്ച് ഒരു കെച്ചപ്പ് ബോട്ടിൽ എന്തിനു വേണ്ടിയാ? കെച്ചപ്പ് സ്മൂത്ത് ആയിട്ട് കഴിക്കുന്ന ഫുഡിലോട്ട് എടുക്കണം, റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ആണെങ്കിലുള്ള ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ടിൽറ്റ് ഇറ്റ്. ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് വേണം ആ കെച്ചപ്പ് പുറത്തെടുക്കാൻ. സോ അത് പുറത്തോട്ട് കിട്ടാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് സെക്കൻഡ് ഡിസൈനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിൽറ്റിങ്ങിന്റെ ആവശ്യമില്ല, ഓൾറെഡി ടിൽറ്റഡ് ആണ്. ജസ്റ്റ് ആ ടാപ്പ് ഓപ്പൺ ചെയ്താൽ അപ്പൊ തന്നെ കെച്ചപ്പ് പുറത്തോട്ട് കിട്ടുകയും ചെയ്യും, റൈറ്റ്? സോ ആ സെക്കൻഡ് വൺ ആണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, റൈറ്റ്? എന്ന് വെച്ചാൽ ആരാണ് ഉപയോഗിക്കുന്നത് അയാൾക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ആ
നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അത് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഈ ഒരു ഇമേജിൽ കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്. റൈറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ചിലപ്പോൾ നമ്മ കാണാൻ അടിപൊളിയായിരിക്കും, ബട്ട് ഒരു യൂസർ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇറ്റ് വോണ്ട് ബി ഹെൽപ്ഫുൾ ഫോർ ഇറ്റ്. റൈറ്റ്. ബട്ട് വേറൊരു രീതിക്ക് നമുക്ക് ഈ സെയിം സാധനത്തിന് ഡിസൈൻ ചെയ്യാം ആൻഡ് ദ UX വിൽ ബി മച്ച് 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 ബെറ്റർ. സോ വാട്ട് ഈസ് UI ആൻഡ് വാട്ട് ഈസ് UX? Any idea? Like എന്തെങ്കിലും ആൻസേഴ്സ്? യുഐയില് ബേസിക്കലി ഇപ്പൊ UI യൂസറിന് കാണാൻ ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, യുഐയില് ബേസിക്കലി യൂസറിന് ഒരു ഇന്റർഫേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു ഇതാണ്. പക്ഷെ UX യൂസർ എക്സ്പീരിയൻസ് ആണ്. അത് കുറച്ചും കൂടി എന്താ എങ്ങനെ ഒരു കുറച്ചും കൂടി അതിനെ എഫിഷ്യന്റ് ആക്കുന്ന രീതിയിലുള്ള അപ്പിയറൻസ് ഒക്കെയാണ്. ഓക്കെ, എനി അതർ ആൻസേഴ്സ്? വേറെ ആരോ പറയാൻ വന്നല്ലോ, ലൈക്ക് അതിന്റെ ഇടയ്ക്കിട്ട് ഇൻട്രപ്റ്റ് പറഞ്ഞു. ഇല്ല. ഓക്കെ. സോ യൂസർ ഇന്റർഫേസും യൂസർ എക്സ്പീരിയൻസും രണ്ടും ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. സോ ലെറ്റ്സ് സേ യു ആർ എ UI ഡിസൈനർ. അപ്പോൾ നമ്മൊരു UI ഡിസൈനർ ആണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺ ദ കളേഴ്സ്, ദെൻ യൂസ് ചെയ്യുന്ന ഐക്കൺസ്, അതിന്റെ ഷേപ്പ്, അതെങ്ങനെ ബിൽഡ് ചെയ്യുന്നു, ദെൻ ടൈപ്പോഗ്രഫി, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള സാധനങ്ങൾ ഡിസൈൻ ചെയ്യാനായിരിക്കും ദ UI ഡിസൈനർ വിൽ ബി ഫോക്കസ്ഡ് ഓൺ. ഓക്കെ. സോ ലെറ്റ്സ് സേ ഞാൻ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇൻസ്റ്റഗ്രാമിന്റെ യൂസർ ഇന്റർഫേസ്, ആ കാണുന്ന ആ സാധനങ്ങൾ, അതിന്റെ കളർ തീംസ്, ദെൻ ഐക്കൺസ് ട്യൂസ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് യൂസർ ഇന്റർഫേസ് ഡിസൈനേഴ്സ് ആയിരിക്കും. ബട്ട് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ആയി കഴിയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ യു വിൽ ബി എ UI ഡിസൈനർ ഇറ്റ്സെൽഫ്. ഓക്കെ, UI ഡിസൈനിൽ വന്ന കാര്യങ്ങൾ അവിടെ വരും. ബട്ട് UI ഡിസൈനിൽ കൂടുതൽ UI ഡിസൈനിന്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കൂടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുമ്പോഴും, ലെറ്റ്സ് സേ ഇറ്റ്സ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ഓർ എ വെബ് ആപ്ലിക്കേഷൻ, നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുമ്പോഴും അത് നമുക്ക് യൂസ് ചെയ്യാനല്ലല്ലോ. ലൈക്ക് ദർ വിൽ ബി ആൻ എൻഡ് യൂസർ, നമ്മളല്ലാതെ വേറൊരാളുണ്ടാവും. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും കോളേജിൽ പഠിക്കുന്നതാണെങ്കിൽ കോളേജിന്റെ ടെക് ഫെസ്റ്റ് വരും എല്ലാ വർഷവും, റൈറ്റ്? അപ്പോൾ ടെക് ഫെസ്റ്റിന് കുറേ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടെക് ഫെസ്റ്റിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഇടക്കിട്ട് ടെക് ഫെസ്റ്റിന്റെ വെബ്സൈറ്റ് യൂസർ എന്തിനായിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫോക്കസ് എന്തായിരിക്കും? യൂസേഴ്സ് രജിസ്റ്റർ ചെയ്യണം, കൂടുതൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. സോ അപ്പോ രജിസ്റ്റർ നൗ എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് പല സ്ഥലത്ത് വെക്കാം. ഇത് ടെക് ഫെസ്റ്റിന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഏറ്റവും ടോപ്പ് ആർട്ടിലെ ഒരു സൈഡിൽ വെക്കാം, റൈറ്റ്? അല്ലെങ്കിൽ അതൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും പോണ എല്ലാ പേജസിലും വെക്കാം. അപ്പൊ ഈ 3 സിനാരിയോസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആരെങ്കിലും പറയാൻ പറ്റുമോ? ലൈക്ക് ഈ 3 സിനാരിയോസിൽ എന്താ വ്യത്യാസം വരുന്നത്? പറയാം. രജിസ്ട്രേഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ അത് ഫാക്ടർ ആവും. അതെ, റൈറ്റ്. കാരണം ഫസ്റ്റ് കേസിൽ നമ്മ വെബ്സൈറ്റിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പാർട്ടിൽ മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു ബട്ടൺ വെച്ച് ബാക്കി താഴോട്ടും ബാക്കി പേജസിലൊക്കെ നമ്മൾ എന്താണ് ടെക് ഫെസ്റ്റ്, അതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതി. പക്ഷെ ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോ യൂസർ ചിലപ്പോൾ വെബ്സൈറ്റ് മൊത്തം ബ്രൗസ് ചെയ്തിട്ട് പിന്നീട് ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേറെ ഏതെങ്കിലും പേജിൽ നിന്ന് കഴിയുമ്പോഴായിരിക്കും ഓക്കെ എന്നാൽ എനിക്കിത് രജിസ്റ്റർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അന്നേരം രജിസ്റ്റർ ചെയ്യാവുന്നുള്ള ബട്ടൺ റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. ബട്ട് എല്ലാ പേജിലും എല്ലാ ലൊക്കേഷൻസിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും രജിസ്റ്റർ ചെയ്യാവുന്നുള്ള ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ യൂസറിന് ഏത് പേജിലാണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. യൂസറിന് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ തോന്നുന്നതാണ് ഐ നീഡ് ടു രജിസ്റ്റർ നൗ, കാരണം ഒരു ഇവന്റ് ഞാൻ കണ്ടു, ആ ഇവന്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഫോർ മീ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും.
ബട്ട് ഇൻ ദ ഫസ്റ്റ് സിനാരിയോ അത് പറ്റില്ല. സോ ഇങ്ങനെയുള്ള സിനാരിയോസ് ആണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിൽ നമ്മൾ കൂടുതലും. ഇത് ചെറിയൊരു എക്സാമ്പിളാണ്. അങ്ങനെ യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്ത് യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് അവർക്ക് മാക്സിമം എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണോ ഡിസൈൻ ചെയ്യുന്നത് അതിന് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനേഴ്സ്. ആൻഡ് UI ഡിസൈനേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ദേ വിൽ ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഡിസൈനിന്റെ ഓരോ എലിമെന്റ്സ് ഉണ്ടല്ലോ അതിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞു തരും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ അങ്ങനെ സെക്ഷനിലോട്ട് പോവാം. അപ്പോഴാണ് നമുക്കൊരു തേർഡ് പേഴ്സൺ വന്നത്, പ്രൊഡക്റ്റ് ഡിസൈനർ. കേട്ടിട്ടുണ്ടോ പ്രൊഡക്റ്റ് ഡിസൈനർ എന്നുള്ള ഒരു ടെർമിനോളജി? യെസ്. ഓക്കെ, എന്താണ് അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഡിസൈനറിൽ? പ്രൊഡക്റ്റ് ഡിസൈനർ ആകുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? എന്തായിരിക്കും ആ വ്യത്യാസം? UI UX കണ്ടു. സോ ഹൂസ് എ പ്രൊഡക്റ്റ് ഡിസൈനർ? പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആള് കമ്പനിയിലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ, ഡിസൈൻ ചെയ്യുന്ന ആള്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പോ അവിടെ ഒരു UX ഡിസൈനർ ആയിരിക്കും, പ്രൊഡക്റ്റ് ഡിസൈനർ ആയിരിക്കും? അവിടെ UI UX ഡിസൈനറിലേ ആവത്തുള്ളൂ. പ്രൊഡക്റ്റ് ഡിസൈനറിന്റെ ഒരു സബ്ബൈറ്റല്ലേ UI UX വരുന്നത് ശരിക്കും? യെസ്. സോ പ്രൊഡക്റ്റ് ഡിസൈനർ കൈൻഡ് ഓഫ് ഒരു ഗ്ലോബൽ പേഴ്സൺ എന്നുള്ള രീതിക്ക് പറയാം. കാരണം ഒരു പ്രൊഡക്റ്റ് ഡിസൈനർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UI UX ഡിസൈനിന്റെ അറിയണ കാര്യങ്ങളും അറിയണം. ബട്ട് അതിന്റെ ഒപ്പം തന്നെ ഒരു കമ്പനിയിലായിരിക്കും എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ഡിസൈനർ എന്നുള്ളൊരു പേഴ്സൺ വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഫേമില്, അപ്പൊ അങ്ങനെ ഒരു ഫേമിൽ വരുമ്പോൾ കുറെ ഫാക്ടേഴ്സ് ആ പ്രൊഡക്റ്റിനെ അഫക്ട് ചെയ്യുന്നത് ഉണ്ടാവും. ചിലപ്പോൾ ക്ലയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഉണ്ടാവാം, ഇൻവെസ്റ്റേഴ്സിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടാവാം, ദെൻ ബഡ്ജറ്റ് ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിനെയും കണക്കിലെടുത്തിട്ട് വേണം ഡിസൈൻ ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ, യൂസറിന്റെ എക്സ്പീരിയൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ അവിടെ. അപ്പോ എല്ലാ കാര്യങ്ങളെയും കണക്കിലെടുത്തിട്ട് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന്റെ അടുത്തോട്ട്, അല്ലെങ്കിൽ ഒരു വലിയ സ്കെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കും വിൽ ബി എ പ്രൊഡക്റ്റ് ഡിസൈനർ. ഓക്കെ, ഹി വിൽ നോ UI UX സ്റ്റഫ്സ്, ബട്ട് അതിൽ കൂടുതലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, മാനേജറിയൽ സ്റ്റഫ്സും കൂടി കയ്യിൽ കിട്ടുന്ന ഒരാളായിരിക്കും പ്രൊഡക്റ്റ് ഡിസൈനർ. ഓക്കെ, സോ ബേസിക് എലിമെന്റ്സ് ഓഫ് ഡിസൈൻ എന്നുള്ളൊരു സെക്ഷനിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ UI UX കണ്ടു, പ്രൊഡക്റ്റ് ഡിസൈൻ, ആരാണ് പ്രൊഡക്റ്റ് ഡിസൈനർ എന്നുള്ളതൊക്കെ കണ്ടു. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഡിസൈനിങ്. അപ്പോൾ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിസൈൻ. അപ്പോൾ നമ്മൊരു യൂസർ ഇന്റർഫേസ് ഇരിക്കണമെങ്കിൽ അതിലെ കുറച്ച് ബേസിക് എലിമെന്റ്സ് ഉണ്ട്. ആ ബേസിക് എലിമെന്റ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ആൻഡ് മെയിൻലി 3 ബേസിക് എലിമെന്റ്സ് ആ വരുന്നത്. കളേഴ്സ് ഉണ്ടാവാം, ടൈപ്പോഗ്രഫി ഉണ്ടാവാം, ആൻഡ് ദ എലിമെന്റ്സ് ലൈക്ക് നമ്മൾ ഐക്കൺസ് യൂസ് ചെയ്യാനുണ്ടാവാം, ചിലപ്പോൾ ഇമേജസ് യൂസ് ചെയ്യാനുണ്ടാവും, ഒബ്ജക്ട്സ് യൂസ് ചെയ്യാനുണ്ടാവും, ആ കാര്യങ്ങൾ. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയായിരിക്കും മാറ്റർ ചെയ്യണം? എനി ഐഡിയ? ലൈക്ക് ഒരു യൂസർ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയാ വരാ? എനിവൺ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ദാറ്റ്സ് ന്യൂ. ഓക്കെ, വേറെ? ഇന്റർഫേസിന്റെ ലേ ഔട്ട്. layout. Then type of people, like a target ചെയ്യുന്ന type of people. okay, type of people, requirements കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യും. Then okay, let's see. So
ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. പ്ലസ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരും. വാട്ട് ആർ ദി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്? ഓക്കെ, ഫോർ നമ്മൊരു മൈക്കിന്റെ ഇഷ്യൂ എവിടെയാ വരുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആയോ സൗണ്ട്? ഓക്കെ, സോ പ്രോപ്പർട്ടീസ്, പല പ്രോപ്പർട്ടീസ് ഉണ്ട് ഒരു ഡിസൈനിൽ വരുമ്പോൾ. അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസൈൻ തിങ്ക് ചെയ്യാൻ നോക്കാൻ പോണത്. വൺ, ഓരോ എലിമെന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ലെറ്റ്സ് സേ ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അതിന്റെ അടിയിൽ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സും ബട്ടണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ദാറ്റ് ആക്ച്വലി മാറ്റേഴ്സ് അല്ലോ. ഓക്കെ, then the font, typography related stuff. So font and typography related stuff്സിലോട്ട് വരുമ്പോൾ എപ്പോഴും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ വിൽ ഹാവ് ഡിഫറെന്റ് ഫോൺസ് ബീങ് യൂസ്ഡ്. അതിന്റെ പല വേരിയൻസ് ഉണ്ടാകും. ചിലപ്പോൾ ബോൾഡ് യൂസ് ചെയ്യാം, ഇറ്റാലിക് യൂസ് ചെയ്യാം. ഓക്കെ, അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് റിയലി മാറ്റേഴ്സ് അലോട്ട്. ദെൻ ദ കളർ ആൻഡ് ഗ്രേഡിയൻസ്. നോർമലി നമ്മൾ സിംഗിൾ കളേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സോളിഡ് കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ബട്ട് ഇൻ സം കേസസ് വി യൂസ് ഗ്രേഡിയൻസ്. ചില കേസസിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും ഗ്രേഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ. ദെൻ സൈസിങ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എത്ര സൈസ് നമ്മൾ കൊടുത്താക്കണം. ചിലപ്പോൾ ടെക്സ്റ്റിന്റെ സൈസ് ആവാം, അല്ലെങ്കിൽ ഐക്കൺ സൈസ് ആവാം. ഓക്കെ, ആ കാര്യങ്ങൾ മാറ്റേഴ്സ് എ ലോട്ട്. ദെൻ ഓരോ എലിമെന്റ്സ് തമ്മിലുള്ള സൈസ് ഉണ്ടല്ലോ. ലെറ്റ്സ് സേ ഐ ഹാവ് 3 ഇമേജസ്. ഈ 3 ഇമേജസ് ഞാൻ എങ്ങനെ ആ UI വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ സെയിം സൈസ് തന്നെ ആയിരിക്കാം നെക്സ്റ്റ് വൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വണ്ണിന്റെ ഹാഫ് സൈസിലായിരിക്കാം നെക്സ്റ്റ് 2 കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണിന്റെ 3/4 സൈസിൽ ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി 1/4 കൊടുക്കാം. സോ ആ തമ്മിലുള്ള സൈസ് ഡിഫറൻസ് മാറ്റേഴ്സ് അല്ലോ. ഓക്കെ, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, യുവർ ഓൺ ഐഡിയാസ്. ഓക്കെ, നമ്മൾ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയാസ്. സോ വാട്ട് യു തിങ്ക് ഓഫ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ആയിരിക്കും വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഹൗ യു പ്രസന്റ് ദ തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. ഓക്കെ, ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്? ലൈക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാ? ഹലോ, ഡ്രിബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. Behance, ഓക്കെ, Google Fonts, Figma. ഗൂഗിൾ ഫോൺ, മെറ്റീരിയൽ Figma, മെറ്റീരിയൽ ഡിസൈൻ, ദെൻ Material Design. ഫിഗ്മ. ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ദിസ് വൺ. ഇല്ല, ദിസ് വൺ. അത് കളേഴ്സ് ആണോ? യെസ്, കളേഴ്സ്.com. ആ, ഓക്കെ, അപ്പോ ഇന്ന് നമ്മ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഈ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡ്രിബിൾ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഡ്രിബിൾ യൂസ് ചെയ്തിട്ടുള്ളവർ ചേരുന്നുണ്ട്. സോ ഡ്രിബിൾ ആക്ച്വലി നമുക്ക് ഡിസൈൻസ് അപ്ലോഡ് ചെയ്യാം. ദെൻ കുറെ ഡിസൈൻ ഇൻസ്പിറേഷൻസ് കിട്ടാവുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ് ഡ്രിബിൾ എന്ന് പറയുന്നത്. ഒരു വലിയ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണ് ഡ്രിബിൾ. സോ അവര് നിങ്ങൾക്ക് ഒരു ഡിസൈനർ ആവണം, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ സ്ട്രേറ്റ് അവേ ഗോ ടു ഡ്രിബിൾ. ഓക്കെ, ആൻഡ് ഡ്രിബിളിൽ വേറെ കുറച്ച് ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഡിസൈനേഴ്സ് ഉണ്ട്, ഹയറിംഗ് ഡിസൈനേഴ്സ് ഉണ്ട്. യു ക്യാൻ ഈവൻ ഹയർ എ ഡിസൈനർ. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ ഗുഡ് ഡിസൈനർ, യു ക്യാൻ ഈവൻ ഗെറ്റ് ഹയർഡ് ത്രൂ ഡ്രിബിൾ. ഓക്കെ, സോ ഡ്രിബിളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ അടിപൊളി UI ഡിസൈൻസ് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ ദ ഡിസൈനർ ആൻഡ് ലോട്ട് ഓഫ് കൂൾ സ്റ്റഫ്സ് are there. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളൊരു ഡിസൈനർ ആണ് ആൻഡ് യു ഹാവ് എ ഡ്രിബിൾ അക്കൗണ്ട്, എങ്കിൽ യു ക്യാൻ അപ്ലോഡ് യുവർ വർക്ക്സ് ഹിയർ. ആൻഡ് ആ വർക്ക്സ് ഒക്കെ വേൾഡ് വൈഡ് എക്സിബിറ്റ് ആവും. ആൻഡ് നിങ്ങളുടെ വർക്ക്സ് നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക ഹയറിംഗിന് റെഡി ആണെങ്കിൽ യു ക്യാൻ ഈവൻ സ്റ്റാർട്ട്, പീപ്പിൾ ക്യാൻ ഹയർ യു ഫ്രം ഡ്രിബിൾ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ബിഹാൻസ്. ബിഹാൻസ് യൂസ് ചെയ്യാറുണ്ടോ? ലൈക്ക് ഞാൻ കൂടുതലും ബിഹാൻസ് യൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിബിൾ.
ബിഹാൻസ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഹലോ, ബിഹാൻസ് ആരും യൂസ് ചെയ്യാറില്ല? ഓക്കെ. So Behance is kind of like Dribble itself. So Behance actually Adobe നമുക്ക് പണ്ട് തുടങ്ങി അറിയാവുന്ന ഡിസൈനിങ് ഫീൽഡിലത്തെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട്. സോ they built a platform for designers where they can exhibit their works. And നമുക്ക് നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കാറില്ലേ, നോർമലി നമ്മൾ ചെയ്താക്കുന്ന വർക്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നോർമലി നമ്മുടെ വർക്ക് റെസ്യൂമെ ഉണ്ടാക്കാറ്. സോ അതുപോലെ നിങ്ങൾക്കൊരു ഡിസൈൻ റെസ്യൂമെ കൈൻഡ് ഓഫ് സ്റ്റഫ് വേണമെങ്കിൽ go for Behance, and Dribble also works there. അപ്പോൾ ഇവിടെയും ഇറ്റ്സ് ജസ്റ്റ് സിമിലർ ടു Dribble. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വർക്കുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും ആൻഡ് റൈറ്റ് അബൌട്ട് ദ വർക്ക്, ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് എ ഓൺലൈൻ റെസ്യൂമെ കൈൻഡ് ഓഫ് സ്റ്റഫ്. സോ എന്താ പറയാ, നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ദിസ് ഈസ് കൈൻഡ് ഓഫ് ഡിസൈനേഴ്സ് ലിങ്ക്ഡിൻ. ഓക്കെ, സോ നിങ്ങൾ ചെയ്താക്കുന്ന ഡിസൈൻ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാക്കുന്ന ഒരു ഡിസൈൻ പ്ലാറ്റ്ഫോമാണ് Behance എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻസ്പിറേഷൻ ഫ്രം ദിസ് പ്ലാറ്റ്ഫോം ടു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഡിസൈൻ. ഓക്കെ, ആരോട് മെറ്റീരിയൽ ഡിസൈൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? മെറ്റീരിയൽ ഡിസൈൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതില് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ എന്നായിരുന്നു അത് നോക്കിയിരുന്നത്? ഈ അടുത്താണോ അല്ലെങ്കിൽ വാസ് ഇറ്റ് ലോങ് ബിഫോർ? ഇറ്റ് വാസ് ലോങ് ബിഫോർ. ലോങ് ബിഫോർ. ഓക്കെ, സോ പണ്ടത്തെ വെബ്സൈറ്റും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമും തമ്മിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ചേഞ്ച് ഉണ്ട്. ഞാൻ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 5.0 ഐ ബിലീവ്, ആൻഡ്രോയിഡ് 5.0 ലോലിപോപ്പ് ഇറങ്ങിയ ടൈം തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഡിസൈൻ മാറിയല്ലേ. ലൈക്ക് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും ആൻഡ്രോയിഡ് 5.0 കോമ്പാറ്റബിൾ ആയിട്ടുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഉള്ള ഡിസൈനിന് ഒരു പുതിയൊരു തീം, ആക്ച്വലി ഒരു പുതിയ തീം കൊടുത്ത പോലെ വന്നില്ലേ. എവറിത്തിങ് സീംസ് സോ ബ്രൈറ്റ്, കുറെ കളേഴ്സും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ സ്റ്റൈൽ കൊണ്ടുവന്നു അവിടെ. ആൻഡ് ദാറ്റ് ആക്ച്വലി ആ ഒരു ടൈമിലാണ് മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന്. സോ material.io എന്ന് പറഞ്ഞൊരു സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ലാപ്പിലാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും? ഫോണാണ്. ഫോണാണ്. ലാപ്പ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓക്കെ, ലാപ്ടോപ്പിലാണെങ്കിൽ material.io. ഫോണിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ഗോ, ബട്ട് ജസ്റ്റ് ടേക്ക് ദ പ്ലാറ്റ്ഫോം material.io. എടുത്ത് കഴിയുമ്പോൾ ഒന്ന് പറയണേ. ഓക്കെ, 1 എടുത്തു. ഓക്കെ, 2 ഓക്കെ, 3. ഓക്കെ, ഇനി ആരെങ്കിലും എടുത്ത് ലോഡ് ആവാനുണ്ടോ? കിട്ടിയോ വിനായക്? അടുത്ത് ഓക്കെ, മൊബൈലില് ട്രൈ ചെയ്തവർക്ക് കിട്ടിയോ? ലൈക്ക് അതിൽ വർക്ക് ആവുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ മെറ്റീരിയൽ ഡിസൈനിന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സി ലോട്ട് ഓഫ് സ്റ്റെപ്സ്, റൈറ്റ്? സോ ആ നിങ്ങളൊന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. യു ക്യാൻ സി മൾട്ടിപ്പിൾ കളേഴ്സ്. ആ കളേഴ്സും ആ ഒരു സിമ്പിൾ ഡിസൈൻ സ്റ്റൈലും വെച്ചിട്ട് ദേ ആർ ഡൂയിങ് സം അമേസിംഗ് വർക്ക്സ് ദർ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ഇതില് നമ്മ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ ലെറ്റ്സ് സേ വി ആർ ഡിസൈനിങ് ആൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അപ്പൊ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ആ കാര്യങ്ങള് എങ്ങനെ മെറ്റീരിയൽ ഡിസൈൻ
കൺസെപ്റ്റിൽ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഡോക്യുമെന്റേഷൻ ഉണ്ട്, കുറച്ച് ടൂൾസ് ഉണ്ട്, വിൽ ഗെറ്റ് അതിലോട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലാം. ബട്ട് ഈ സൈഡിൽ നോക്കണമെങ്കിൽ മെറ്റീരിയൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിലെ? ഓക്കെ, അവിടെ ഫൗണ്ടേഷൻ ഓവർവ്യൂ ഉണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്, ലേഔട്ട്, നാവിഗേഷൻ, കളേഴ്സ്, ടൈപ്പോഗ്രഫി, സൗണ്ട്, ഐക്കണോഗ്രഫി, ഷേപ്പ്, മോഷൻ, അങ്ങനെ എന്തൊക്കെ വരുമോ ഒരു ഡിസൈനിൽ എവ്രിതിങ് ഇസ് ദയർ. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് ഫൗണ്ടേഷൻ ഓവർവ്യൂ. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ജസ്റ്റ് ടേക്ക് ദാറ്റ്. സോ എന്താണ് മെറ്റീരിയൽ ഡിസൈൻ, എന്തൊക്കെയാണ് അതിലുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഓവർവ്യൂ ഫൗണ്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ദെൻ ഗോ ടു എൻവയോൺമെന്റ് എടുക്കുകയാണെങ്കിൽ എൻവയോൺമെന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, ദെൻ എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അങ്ങനെയുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോ ടു ഐക്കണോഗ്രഫി. എടുത്തോ? ഐക്കണോഗ്രഫി കിട്ടിയോ? കിട്ടി. ഓക്കെ, ഐക്കണോഗ്രഫി ഡിസൈൻ. ഓക്കെ, പ്രൊഡക്റ്റ് ഐക്കൺസിന്റെ ഡിസൈൻ പ്രിൻസിപ്പിൾസ് എടുത്തോ? ഓക്കെ, അതില് ഡിസൈൻ അപ്രോച്ച് നിങ്ങൾക്ക് കുറച്ച് ഡിസൈൻസ് ആണ് അല്ലെ, ബ്രാൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അവിടെ താഴോട്ട് പോരുകയാണെങ്കിൽ യു ക്യാൻ സി ഡിസൈൻ അപ്രോച്ച്. അപ്പോ ഒരു ഐക്കൺ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്, ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫിസിക്കൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക, ദെൻ അതിന്റെ ലൈറ്റിംഗ് സ്റ്റഡി നടത്തുക, മെറ്റീരിയൽ പ്രോട്ടോടൈപ്പ്, ആൻഡ് ദെൻ ഗോ ഫോർ ദ കളർ സ്റ്റഡി ടു ഗെറ്റ് യുവർ ഫൈനൽ ഐക്കൺ. അത് കണ്ടോ? ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഐക്കൺ ചെയ്യുമ്പോൾ ആ ഗ്രിഡ് സിസ്റ്റം ചെയ്താക്കണല്ലേ, ഗ്രിഡിൽ ഫിറ്റ് ചെയ്യുന്ന രീതിക്കായിരിക്കും യു വിൽ മേക്ക് ദ ഐക്കൺ. ആക്ച്വലി നിങ്ങൾക്ക് ഡിസൈനിങ്ങിന്റെ ഒരു ബുക്ക് മേടിക്കാൻ കിട്ടും, ഗ്രിഡ് ഇട്ടിട്ടുള്ള ബുക്ക് കിട്ടും. സോ ആ ബുക്കിലാകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സ്പേസിംഗ് ഒക്കെ കറക്റ്റ് യൂണിറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ റഫ് യു ഐ ഡെവലപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു യു ഐ ഡെവലപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ സ്ട്രെയിറ്റ് അവേ നമ്മ ഏതെങ്കിലും കമ്പ്യൂട്ടറിലുള്ള ടൂളിൽ ചെയ്യോ, ഓർ വിൽ യു ഗോ ഫോർ എ പെൻസിൽ ആൻഡ് പേപ്പർ? നിങ്ങൾ ഏതാ പ്രിഫർ ചെയ്യുക? പെൻസിൽ ആൻഡ് പേപ്പർ. ഈവൻ ഞാനും അത് തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. ഇനിഷ്യലി ഗോ ഫോർ ദ പെൻസിൽ ആൻഡ് പേപ്പർ. ഒരു പെൻസിലും ഒരു പേപ്പറും എടുക്കുക, സ്റ്റാർട്ട് വിത്ത് ഈച്ച് സ്ക്രീൻ. ഓരോ സ്ക്രീനിൽ എന്ത് വരും, അവിടെ ഏതൊക്കെ കളേഴ്സ് വരും എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം, ദാറ്റ്സ് മച്ച് ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ യു ക്യാൻ ഗോ ഇൻ ടു ദ ഏതെങ്കിലും ഡിസൈൻ ടൂൾ എടുക്കുക, ഫോർ അഡോബ് എച്ച്ഡിയോ ഫിഗ്മയോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, ദെൻ സ്റ്റാർട്ട് ഡിസൈൻ. ഓക്കെ, സോ അതുപോലെയുള്ള ഒരു സ്റ്റെപ്പാണ് ഒരു ഐക്കൺ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെപ്സ് ഇവിടെ കണ്ടാക്കുന്നത്. സോ നോർമലി ഫ്ലാറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിസൈനിലുള്ള എല്ലാ ഐക്കൺസും വിൽ ബി ബേസ്ഡ് ഓൺ ദീസ് പ്രിൻസിപ്പിൾസ്. ലൈക്ക് എന്താ പറയാ, ഷാഡോ ഉണ്ടാവും മെറ്റീരിയൽ ഡിസൈനിൽ. ഒരുവിധം മിക്ക ഐക്കൺസ് എടുത്ത് നോക്കിയാൽ ഒരു ഷാഡോ എഫക്റ്റ് അതിൽ കാണും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ലൈറ്റിംഗ് സ്റ്റഡി അവർ ചെയ്തേക്കുന്നത്. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അപ്പോൾ എന്തൊക്കെ അതിൽ വരും എന്നുള്ളത് ഏത് നിങ്ങൾക്ക് ഫിസിക്കലി ആ സെയിം സിനേറിയോ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡിജിറ്റൽ റെപ്ലിക്ക ഉണ്ടാക്കാം, ഓർ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, ദെൻ താഴോട്ട് വരണയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളാണ്. കീ ലൈൻ ഷേപ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ അത്? ഓക്കെ, യെസ്. അപ്പോ അവിടെ നമ്മ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്കൺസ് പല ഷേപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ചിലത് റൗണ്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ക്രോമിന്റെ ഐക്കൺ ഇറ്റ്സ് റൗണ്ട് അല്ലേ, പക്ഷെ ജിമെയിൽ ഐക്കൺ എങ്ങനെയാ? റൗണ്ടും അല്ല സ്ക്വയർ ആണ്, ഒരു റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പോ ഓരോ ഐക്കൺസും ഒരു ബേസ് ഷേപ്പ് ഉണ്ടാവും, റൈറ്റ്? ഒരു ബേസിക് ഷേപ്പ് ഉണ്ടാവും. ആ ജോമെട്രിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക. അപ്പൊ ആ ജോമെട്രി ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ അടിയിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ജോമെട്രി സെക്ഷനിലോട്ട് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ. Okay. ദെൻ പിന്നെ ഐക്കൺ അനാറ്റമി കാര്യങ്ങളെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഡോക്യുമെന്റേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഐക്കൺസിനെ കുറിച്ച് ഇതാണ് മെറ്റീരിയൽ ഡിസൈനിൽ പറയുന്നത്. ദെൻ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എടുത്ത് നോക്കാം. Type system. ടൈപ്പോഗ്രഫിയിലെ ടൈപ്പ് സിസ്റ്റം ഫസ്റ്റ്. അപ്പോ ഏതൊരു ഡിസൈൻ എടുത്താലും അതില് ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് കളേഴ്സ്, ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്, റൈറ്റ്? ഇപ്പോ ഫോർ എക്സാമ്പിൾ, നിങ്ങൊരു പാർട്ടി മോഡലുള്ളൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിലെ ഭയങ്കര ഫങ്കി ഫോൺസ് ഉണ്ടാവാം, ദെൻ കളർ ബ്ലാസ്റ്റ് ആയിട്ടുള്ള കുറെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. വിൽ ഗിവ് എ പാർട്ടി മോഡ്. ഓക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സാഡ് യു ഐ റെപ്രസെന്റ് ചെയ്യാനാണെങ്കിൽ യു യൂസ് എന്താ പറയാ ഭയങ്കര ഡൾ കളേഴ്സും സിമ്പിൾ ഫോൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും കളേഴ്സും ടൈപ്പോഗ്രഫി ആക്ച്വലി അത് യൂസ് ചെയ്യുന്ന യൂസറിന്റെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യും. ഓക്കെ. സോ ചിലപ്പോൾ ഭയങ്കര ലവിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതണത്, ബട്ട് ആ സാധനം എഴുതിയാക്കണത് ഒരു മോൺസ്റ്റർ കൈൻഡ് ഓഫ് ഫീലിംഗ് വരുന്ന ഒരു ഫോണ്ടിലാണെങ്കിലോ ഇറ്റ് വോണ്ട് ലുക്ക് ദാറ്റ് മച്ച് ലവിങ്, റൈറ്റ്? അപ്പോൾ ടൈപ്പോഗ്രഫി ഡസ് മാറ്റർ. അപ്പൊ ടൈപ്പോഗ്രഫിയിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിൻലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ആ ടൈപ്പോഗ്രഫിയുടെ സ്കെയില്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടിന്റെ സൈസ്. ഓക്കെ. ഇവിടെ പല സ്കെയിലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹെഡ്ലൈൻ 1, ഹെഡ്ലൈൻ 2, ഹെഡ്ലൈൻ 3, ഹെഡ്ലൈൻ 4 അപ് ടു 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ടൈറ്റിലിനുള്ളത് കൊടുത്തിട്ടുണ്ട്, ബോഡി, ബട്ടൺ, ക്യാപ്ഷൻ, ഓവർലൈൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഏത് ഫോണ്ട് എടുത്താലും ലാറ്റോ ആണെങ്കിൽ അതില് നമ്മ ഒരു UI ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ പല ഹെഡ്ലൈൻസ് ഉണ്ടാവാം, പല ബോഡി ഉണ്ടാവാം. അപ്പൊ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് സൈസ് പിക്ക് ചെയ്യാം? യു ക്യാൻ യൂസ് ദിസ് ടൂൾ ആക്ച്വലി. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ സൈസ് നമുക്ക് എടുത്തു തരാം. സി, ജസ്റ്റ് ആ ഹെഡ്ലൈൻ അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതുമ്മ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണ്ടും അതിന്റെ സൈസും സ്പേസിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും. ഓക്കെ. ദെൻ ആ ടൈപ്പോഗ്രഫിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് സ്റ്റെപ്സ്. ഓക്കെ. ദെൻ ഓക്കെ. പിന്നുള്ളതാണ് മോഷനിലോട്ട് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഒരുവിധം മിക്ക ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കണമെങ്കിൽ എന്താ ഭയങ്കര അനിമേറ്റഡ് ആണല്ലേ. നമ്മൾ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിലോട്ട് പോകുമ്പോൾ യു വിൽ സി എ ട്രാൻസിഷൻ എഫക്ട് ഓർ സം കൈൻഡ് ഓഫ് അനിമേഷൻ ദർ, റൈറ്റ്? അപ്പോ അത് ആക്ച്വലി ചെയ്യണമെന്ന് വെച്ചിട്ടാണെങ്കിൽ യൂസർ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, ലൈക്ക് ഫർദർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ആരും ടിക്ടോക്ക് യൂസ് ചെയ്തിട്ടില്ല. നെവർ യൂസ്ഡ് ഇറ്റ്? നോ. ഓക്കെ. ആസ് എക്സ്പെക്ടഡ്. ഓക്കെ. സോ നോ. ഓക്കെ. ടിക്ടോക്ക് ഓക്കെ, എന്നാ ടിക്ടോക്ക് വിടാം. വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ തന്നിരിക്കണേ? നമുക്ക് വേറെ ഒരു സെപ്പറേറ്റ് ടാബ് വന്നിട്ട് വി ഹാവ് ഓൾ ദ സ്റ്റാറ്റസ്.
അപ്പോൾ അവിടെ നമ്മ എല്ലാവരുടെയും സ്റ്റാറ്റസ് കാണാൻ പറ്റുന്ന രീതിക്കാണ് വാട്സപ്പിനെ ഡിസൈൻ ചെയ്തേക്കണം. ബട്ട് ഇൻസ്റ്റഡ് നമ്മ ഓരോ യൂസേഴ്സിന്റെയും സ്റ്റാറ്റസ് കാണണമെങ്കിൽ ആ യൂസറിന്റെ പേജിൽ പോകണം എന്നുണ്ടായിരുന്നെങ്കിലോ, തിങ്ക് ഓഫ് ദാറ്റ്. അങ്ങനെ ഒരു സിനാറിയോ ആയിരുന്നെങ്കിലോ, ലൈക്ക് വാട്സപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതില് വാട്സപ്പില് ഓരോ യൂസേഴ്സിന്റെയും പ്രൊഫൈലിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ആ യൂസറിന്റെ ടാബിൽ ചെന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ആളുടെ സ്റ്റാറ്റസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെയും സ്റ്റാറ്റസ് നിങ്ങൾ മിസ് ചെയ്യും, റൈറ്റ്? അപ്പൊ എല്ലാവരുടെയും സ്റ്റാറ്റസ് യൂസേഴ്സ് കാണണം എന്നുള്ളൊരു രീതിയിലാണ് വാട്സപ്പ് ഡിസൈൻ ചെയ്തത്. അപ്പൊ അവിടെ ആ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാബ് കൊണ്ടുവന്നിട്ട് സ്റ്റാറ്റസിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ കൊടുത്തിട്ട് ഒരാളുടെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്താൽ ആ ഒരാളുടെ മാത്രമല്ല നമ്മ അവിടെ കാണുന്നത്. ഓക്കെ, ആ ഒരു പേഴ്സന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പേഴ്സണിലോട്ട് ഓട്ടോമാറ്റിക്കലി സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ, എല്ലാ ആൾക്കാരുടെയും സ്റ്റാറ്റസ് എല്ലാവരും കാണും. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു മീഡിയം തന്നെ ആ സ്റ്റാറ്റസ് വെച്ചിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈനും മോഷനും യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈഡിലാണ്. ഓക്കെ, സോ മോഷന്റെ ഇതിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ്, ലൈക്ക് എങ്ങനെ ഒരു യൂസറിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസിഷൻ അനിമേഷൻ എങ്ങനെ കൊണ്ടുവരുന്നു ആൻഡ് ഓൾ ദീസ് സ്റ്റെപ്സ്. സോ നിങ്ങൾ ഇപ്പോൾ ഡിസൈൻ ടൂളിൽ ഫോർ എക്സാമ്പിൾ അഡോബ് HDയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ആ ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് ഈ മോഷൻ കൊടുക്കാൻ പറ്റും, ഹൗ യു ട്രാൻസിഷൻ ഫ്രം വൺ പേജ് ടു അനദർ എന്നുള്ളത്. സോ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, ദെൻ നിങ്ങൾ ഇപ്പോഴും മെറ്റീരിയൽ ഡിസൈനിന്റെ പേജിൽ തന്നെ ഉണ്ടോ? ഹലോ, ഉണ്ട്. ഓക്കെ, അതിലെ റിസോഴ്സസ് ഉള്ള ഒരു ടാബ് ഉണ്ടോ മുകളില്? കിട്ടിയോ? Yeah. ഓക്കെ, റിസോഴ്സസിലോട്ട് റിസോഴ്സസിൽ ചെന്ന് കഴിയുമ്പോൾ ആക്ച്വലി ഈ ഡിസൈനിനെ കുറിച്ച് കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണ്ടേ നിങ്ങളുടെ ഡിസൈനിൽ? അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റിസോഴ്സസിൽ കൊടുത്താക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് വെൻ ഇറ്റ് കംസ് ടു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഓക്കെ, അതിലെ fonts.google.com നമ്മ കുറച്ച് കഴിയുമ്പോൾ കാണാനുള്ളതാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ദെൻ കളർ ടൂൾ എന്ന് പറഞ്ഞുള്ളത് ഉണ്ടോ, ക്ലിക്ക് ഇറ്റ്. മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് വെബ്സൈറ്റിൽ വർക്ക് ചെയ്യും. കളർ ടൂൾ കിട്ടിയോ? സോ നമ്മ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ കളേഴ്സ് പിക്ക് ചെയ്യും. സോ ആ മെറ്റീരിയൽ കളർ പിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കളർ എവിടേക്ക് അപ്ലൈ ചെയ്യും, ഇതിന്റെ ഏത് ഷെയ്ഡ് ആയിരിക്കും ബട്ടൺസ് വരുന്നത്, ബാക്കിൽ ഗ്രേഡിയന്റ് ആയിട്ട് വരുന്നത്, ദെൻ ടെക്സ്റ്റിന് ഏത് കളർ വരും, ലൈക്ക് വൈറ്റ് ആയിരിക്കും ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൂൾ ജനറേറ്റ് ചെയ്തേക്കുന്നത്. സോ ലെറ്റ്സ് സേ ഐ ആം ടേക്കിംഗ് ദിസ് ഡാർക്ക് ബ്ലൂ കളർ. ആ ഒരു കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാറ്റസ് ബാറിന്റെ കളർ വന്നു, ദെൻ ടൈറ്റിൽ ബാറിന്റെ കളർ വന്നു, ടെക്സ്റ്റ് കളർ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തു, ബട്ടന്റെ കളർ സെറ്റ് ചെയ്തു, സ്ലൈഡറിന്റെ കളർ സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളറും സെറ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കലി. ലെറ്റ്സ് ഞാൻ ഒരു ലൈറ്റർ കളർ എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആയിട്ട്. അപ്പോൾ കറക്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സ് പിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ കളർ ടൂൾ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഡിസൈനിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വെൻ യു ആർ ഡൂയിങ് എ ഡിസൈൻ, നിങ്ങൾക്ക് ഈ കളർ ടൂളിൽ വന്നിട്ട് കളർ ഫുൾ പ്രിപ്പയർ ചെയ്ത് അതിന്റെ കളർ കോഡ് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്, ആ കളറിന്റെ ഹെഡ്സ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡിസൈനിലോട്ട് ജസ്റ്റ് ഈ ഹെഡ്സ് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ എക്സാക്ട് സെയിം കളർ. ഓക്കെ, ഇനി ഈ ഹെഡ്സ് കോഡ് കോപ്പി ചെയ്ത് പോണതിന് പകരം വാട്ട് ഇഫ് യു ക്യാൻ ജനറേറ്റ് എ കളർ പെല്ലറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ജനറേറ്റ് കളർ പെല്ലറ്റ്. ഇപ്പോൾ പല കളേഴ്സ് ഉണ്ടാവും, ആ കളേഴ്സ് ഏതൊക്കെയാണ് അതനുസരിച്ച് കളറിന്റെ ഹെഡ്സ് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് യു ക്യാൻ ഗെറ്റ് ദ എക്സാക്ട് കളർ പെല്ലറ്റ് ഹിയർ. അപ്പോൾ ആ ഓരോ കളർ പെല്ലറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് കം ടു ദിസ് സെക്ഷൻ.
ദെൻ നമ്മൾ നേരത്തെ കണ്ടതാണ് ടൈപ്പോഗ്രഫിയുടെ സ്കെയിൽ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഇവിടെ ഉണ്ട്. ദെൻ ഷെയ്പ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. ദെൻ ഗാലറി. സോ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഗാലറി എന്ന് പറഞ്ഞിട്ട്, മെറ്റീരിയൽ ഡിസൈനിന്റെ. ദെൻ ഓക്കെ, ഇനി വൺ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിസൈനിന്റെ ഡൗൺലോഡ് സെക്ഷനാണ്. സോ മെറ്റീരിയൽ ഡിസൈനിൽ വരുന്ന കുറച്ച് ഐക്കൺസ് ഉണ്ട്. നിങ്ങൾ മിക്ക ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും കാണുന്ന ഒരു സെറ്റ് ഓഫ് ഐക്കൺസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ആഡ് ബട്ടന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ, അങ്ങനെ ഓരോ കാര്യങ്ങളുടെ ഐക്കൺസ് മിക്കതിലും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഐക്കൺസ് ഒക്കെ ആക്ച്വലി നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐക്കൺസ് എടുക്കണമെങ്കിൽ ഡൗൺലോഡ് സെക്ഷനിൽ യു ക്യാൻ സീ ദ ഐക്കൺസ്. അപ്പോൾ ഐക്കൺ പാക്കേജ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ വിൽ ബി യൂസിങ് ഫിഗ്മ. സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബേസ് ലൈൻ ഡിസൈൻ കിറ്റ് ഫോർ ഫിഗ്മ കിട്ടും. ക്ലിക്ക് ദാറ്റ്, യു ക്യാൻ ഗെറ്റ് ദ ഡിസൈൻ കിറ്റ് ഫോർ ഫിഗ്മ. ഓക്കെ, നമ്മുടെ ഫിഗ്മയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ ഡയറക്ട്ലി ഇൻ ടു യുവർ ഫിഗ്മ പ്ലാറ്റ്ഫോം. ദെൻ ഐക്കൺ ഡിസൈനിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡാർക്ക് തീമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡാർക്ക് തീമിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഫുൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട സാധനങ്ങൾ, എവ്രിതിങ്. മെറ്റീരിയൽ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഓൾ ദി റിസോഴ്സസ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് റിസോഴ്സ് സെക്ഷനിൽ ഡൗൺലോഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. യു ക്യാൻ ചെക്ക് ദാറ്റ് ലേറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മെറ്റീരിയൽ ഡിസൈൻ. ആൻഡ് നെക്സ്റ്റ് ഫിഗ്മ. ഫിഗ്മ എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? എനിവൺ? ഞാൻ യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാറുണ്ട്. 2 people. Then anyone else? ഇല്ല. ഓക്കെ, സോ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാറുണ്ടോ ബാക്കിയുള്ളവര്? അഡോബ് എച്ച് ഡി യൂസ് ചെയ്തിട്ടുണ്ട് ഒരാളെ. ഓക്കെ, അഡോബ് എച്ച് ഡി, ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ, എനിത്തിങ് യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, ആ സൈഡിലോട്ട് നമുക്ക് അധികം പോകണ്ട. ഓക്കെ, ഇലിസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. കൂൾ. ദെൻ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ ഒരു ടൂൾസും യൂസ് ചെയ്തിട്ടില്ലാത്ത? ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മച്ച് ഈസിയർ. സോ ദിസ് ഇസ് ഫിഗ്മ. ഓക്കെ, ദിസ് ഇസ് ഫിഗ്മ. സോ ഫിഗ്മ എന്ന് പറയുന്നത് നമ്മ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂൾസും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നോർമലി നമ്മ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മ അത് പേപ്പറിൽ ഡിസൈൻ ചെയ്തു ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വി നീഡ് ടു മേക്ക് ഇറ്റ് ഡിജിറ്റൽ. അപ്പോൾ ഡിജിറ്റൽ ആക്കാനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ സെറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിന്റെ സൈസ് ഇത്രയായിരിക്കും. സോ ആർട്ട് ബോർഡ് സൈസ് ഇത്ര വരണം. ദെൻ ഓരോ ഐക്കൺസും കാര്യങ്ങളും തമ്മിലുള്ള സൈസിങ് അല്ലെങ്കിൽ അലൈൻമെന്റ് കാര്യങ്ങൾ, ഇതൊക്കെ പ്രീ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഫിഗ്മ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ഓൺ അക്കൗണ്ട്. PC യൂസ് ചെയ്യുന്നവര് ഫിഗ്മയിൽ ചെല്ലാം, ദെൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. കിട്ടിയോ? ഫിഗ്മ കിട്ടിയോ?
ഓക്കെ, കിട്ടിയോ ഫിഗ്മ? ഹലോ, കിട്ടി, ഫിഗ്മ കിട്ടി. ഓക്കെ, യെസ് കിട്ടി. 2. നമ്മ ഇനി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് സെഷൻസ് ഫിഗ്മയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വി നീഡ് ഫിഗ്മ എന്തായാലും, അതുകൊണ്ടാണ്. എല്ലാവർക്കും ഫിഗ്മ കിട്ടിയോ? ഓക്കെ, അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിഗ്മ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേക്ക് ഒരു ടാബില്. ബാസിം കിട്ടി. ഓക്കെ, യെസ്. ദെൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഫിഗ്മ ഇത്രയും നേരമായിട്ട് ഓപ്പൺ ആവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കിടക്കണ ആരെങ്കിലും? എനിവൺ? ഇല്ല. ഓക്കെ, സോ ഫോണിൽ സാധനം ഓടാനുള്ള ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ലോഡ് ആവുന്നില്ല. ഓക്കെ, അങ്ങനെ നാളെ മുതൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഫോണിൽ നമുക്ക് ഡിസൈൻ ചെയ്യൽ കറക്റ്റ് ആവില്ല. മെഷീൻ ചെയ്യാം, നാളത്തേക്ക് സെറ്റപ്പ് ചെയ്യാം. മതി, നാളത്തേക്ക് സെറ്റപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഫിഗ്മയില് ഒരു പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തില്ല. ആൻഡ് പ്രൊജക്ട് നെയിം ഓക്കെ. കിട്ടിയോ? ഫിഗ്മയുടെ ഫസ്റ്റ് ആ ബേസ് UI എത്തിയോ? ഓക്കെ, കൂൾ. സോ ദിസ് ഇസ് ഫിഗ്മാസ്. നമ്മൾ യൂസ് ചെയ്യാൻ പോണ യൂസർ ഇന്റർഫേസ് ഇതായിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് ബേസിക് സെറ്റ് ഓഫ് ടൂൾസ് തന്നിട്ടുണ്ടാവും. ആൻഡ് ഈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസർ ഇന്റർഫേസസ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ ഡിസൈനിന്റെ പല പ്രോപ്പർട്ടീസും കാര്യങ്ങളും ആയിരിക്കും ഈ സൈഡിൽ ഡീൽ ചെയ്യുക. ദെൻ അബൌട്ട് പ്രോട്ടോടൈപ്പിംഗ്, ദെൻ കോഡ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോണത് വെൻ യു ആർ ഡിസൈനിങ് ഇൻ ഫിഗ്മ. അപ്പോൾ ഫിഗ്മ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നാളെ തുടങ്ങുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിക്ക് ഫിഗ്മ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ദെൻ ഫിഗ്മ പോലെ തന്നെ അഡോബ് HD ഉണ്ട്. സോ HD ആണ് ഇച്ചിരിയും കൂടി എന്താ പറയാ, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. സോ വെൻ യു ആർ യൂസിങ് അഡോബ് HD നിങ്ങൾക്ക് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അഡോബ് HD സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഹലോ, അഡോബ് HDയുടെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഓക്കെ, സോ HD കൈൻഡ് ഓഫ് സിമിലർ ഒരു പ്ലാറ്റ്ഫോം ആണ്, ബട്ട് ഇറ്റ്സ് ബൈ അഡോബ്. ദാറ്റ്സ് ഇറ്റ്. ബട്ട് HD ആണ് ഞങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഇനിഷ്യലി പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് ഒരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HD നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. യു ഹാവ് ടു ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ഇൻസ്റ്റാൾ ഇറ്റ്. ബട്ട് ഫിഗ്മ യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെബ് പ്ലാറ്റ്ഫോം. നിങ്ങൾ എവിടെ പോയാലും ഏത് മെഷീനിലായാലും ജസ്റ്റ് ലോഗിൻ ടു യുവർ അക്കൗണ്ട്, നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് അവിടെ കിട്ടും. അപ്പോൾ ആൻഡ് നിങ്ങൾക്കൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യവും വരുന്നില്ല. അതുകൊണ്ടാണ് വി ചൂസ് ഫിഗ്മ ഫോർ യു. ആൻഡ് ദിസ് ഇസ് അഡോബ് HD. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സ്കെച്ച് ഉണ്ട്, അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം മിക്ക ടൂൾസിലുള്ള മിക്ക പ്ലാറ്റ്ഫോമിലുള്ള ടൂൾസ് സെയിമാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേസിക് ടൂൾസ് എല്ലാവരും സെയിം ആയിരിക്കും. ലൈക്ക് ഡ്രോ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഓരോന്ന് പ്ലേസ് ചെയ്യുന്ന രീതികളാണെങ്കിലും കളർ പിക്ക് ചെയ്യാനാണെങ്കിലും there won't be much difference. അപ്പോൾ once you are familiar with Figma, you can get started with HD. അല്ലെങ്കിൽ HD അറിയാമെങ്കിൽ you can get started with Figma. It doesn't matter. Okay, so that's about the design tools that we'll be using. Then next one, coolest.com. ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം. ഓക്കെ,
ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ആണോ? കാണാൻ പറ്റുന്നു. ഓക്കെ. സോ coolest.com എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മിക്കപ്പോഴും വരുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് കളർ എങ്ങനെ കറക്റ്റ് പിക്ക് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ ഒരു റെഡ് കളർ കൊടുത്തു, പക്ഷെ ഈ റെഡ് കളറിന്റെ ഏത് റെഡ് തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്, ഇതിൽ ഏത് റെഡ് കളർ യൂസ് ചെയ്യും? ഞാൻ ഒരു റെഡ് കളർ ശരിയായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം നെക്സ്റ്റ് കളർ ഏത് യൂസ് ചെയ്യും? ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു കളർ പെല്ലറ്റ് കയ്യിൽ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. അപ്പോ അങ്ങനെ ഒരു ഈസി ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കളർ പെലറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ് പ്ലാറ്റ്ഫോം ആണ് coolest.co എന്ന് പറയുന്നത്. ഓക്കെ, coolest.co സ്ക്രീനിൽ വരാം. ദെൻ ക്ലിക്ക് ഓൺ ജനറേറ്റ് ബട്ടൺ. സി, ഇവിടെ ടോപ്പിൽ ജനറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ കളർ ജനറേറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഇനി ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് കളേഴ്സ്. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ നെക്സ്റ്റ് സെറ്റ് ഓഫ് കളേഴ്സ് കിട്ടിയത്? ഓക്കെ, അപ്പൊ അങ്ങനെ സ്പേസ് ബാർ ഞെക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് കളേഴ്സ്. ബട്ട് അങ്ങനെ ചുമ്മാ കുറെ റാൻഡം കളേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ലെറ്റ്സ് സേ നമുക്ക് ഒരു റെഡ് കളർ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ യു ഹാവ് സം കളർ ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ആ ഒരു കളർ നിങ്ങൾ ഇതിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് സേ ഐ ലൈക്ക് സംതിങ് റെഡ്. ഓക്കെ, എനിക്ക് ഈ ഒരു റെഡിഷ് കളർ എനിക്ക് ഇഷ്ടമാണ്. സോ ഈ ഒരു റെഡ് കളർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിവിടെ ജനറേറ്റ് ചെയ്തു. ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് ദ കളർ. വൺസ് ആ കളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പൊ ആ കളർ അവിടെ ലോക്ക്ഡ് ആയി. ഇനി നിങ്ങൾ സ്പേസ് ബാർ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആ കളറിനോട് ഒപ്പം നിങ്ങളുടെ യൂസർ ഇന്റർഫേസിലാണെങ്കിലും ഏത് ഡിസൈനിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് കളേഴ്സ് കിട്ടും. ആ ഒരു കളർ ചേഞ്ച് ആവില്ല. ഓക്കെ, സോ ഇത് നല്ല രീതിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ ലോക്ക് ദിസ് വൺ ടു, ദെൻ ക്ലിക്ക് സ്പേസ്. അപ്പൊ എനിക്ക് ബാക്കി സെറ്റ് ഓഫ് കളേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കളർ പെലറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് coolest.com. ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേലെ വന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് എക്സ്പോർട്ട് സെഷൻ. അപ്പോൾ ഇപ്പൊ ഈ ചെയ്ത കളേഴ്സ് മൊത്തം നമുക്ക് പല ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. PNG ആയിട്ട് എടുക്കാം. അപ്പോൾ PNG ആയിട്ട് എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളേഴ്സും ആ കളറിന്റെ ഹെഡ് കോഡും കൂടി ആയിട്ടുള്ള ഒരു PNG ഇമേജ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കളേഴ്സിന് എന്താ പറയാ SVG ആയിട്ട് എടുക്കാം, സ്കേലബിൾ വെക്ടർ. SVG ആയിട്ട് എടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ യു ആർ യൂസിങ് വിത്ത് അഡോബ് HD അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ ഒക്കെ ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി വെക്ടേഴ്സ് ആണ് നമ്മൾ മാനേജ് ചെയ്യുക. വെക്ടേഴ്സിനെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ആ കളേഴ്സിന് ഓരോന്നിനും ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ കളർ പിക്കർ വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും SVG ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് coolest.co. മനസ്സിലായില്ലേ? അത് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ coolest.co യൂസ് ചെയ്യാൻ? കാരണം നമുക്ക് ഇനി യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അത്. എനിവൺ? Okay. Then next one of the most important one, Google Fonts. Fonts.google.com. Okay. നമ്മൾ പറഞ്ഞു ടൈപ്പോഗ്രഫീസ് എന്താ പറയാ കൈൻഡ് ഓഫ് ദ ഹാർട്ട് ഓഫ് എനി ഡിസൈൻ എന്നുള്ള രീതിക്ക് പറഞ്ഞു. ലൈക്ക് കളേഴ്സ് ആൻഡ് ടൈപ്പോഗ്രഫി കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും ഏതൊരു ഡിസൈൻ എടുക്കണമെങ്കിൽ. അപ്പോൾ ആ ടൈപ്പോഗ്രഫി എന്നുള്ളത് നമുക്ക് കുറെ ഫോൺസ് ഉണ്ട്, പക്ഷെ ഈ ഫോൺസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഡിസൈനിലോട്ട് കൊണ്ടുവരും, അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് fonts.google.com ഓർ ഗൂഗിൾ ഫോൺസ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ സെറ്റ് ഓഫ് ഫോൺസ് കിട്ടും. ഓക്കെ, അപ്പോ ലെറ്റ്സ് സേ എനിക്ക് എന്താ പറയാ ഹെഡിങ് എഴുതണത് അല്ലെങ്കിൽ TinkerHub എഴുതണം എന്ന് വിചാരിക്കാം. ഓക്കെ, TinkerHub എഴുതണം. അപ്പൊ ഈ ഫോണ്ടിൽ റോബോട്ട് എന്ന് പറഞ്ഞ ഫോണ്ടിൽ TinkerHub എഴുതി എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇവിടെ വന്ന് ചുമ്മാ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ബട്ട് എല്ലാ ഫോണ്ടിലും അത് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് അപ്ലൈ ടു ഓൾ ഫോൺസ്. അപ്ലൈ ടു ഓൾ ഫോൺസ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഫോൺസിലും TinkerHub അല്ലെങ്കിൽ നമുക്ക് കൊടുത്ത ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റിൽ എഴുതിയത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇവിടെ കിട്ടും. സി, ഏതൊക്കെ ഫോണ്ട് ഉണ്ടോ ആ എല്ലാ ഫോണ്ടിലും നമുക്ക് കൊടുത്ത ടെക്സ്റ്റ് എഴുതി. നൗ ഇനി എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഇഷ്ടപ്പെട്ടു, ആ ഫോണ്ട് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? സോ എല്ലാ ഫോണ്ടിന്റെ ടോപ്പ് സൈഡിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്.
സോ ലെറ്റ്സ് സേ എനിക്ക് ഈ ഫോണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ ക്യാൻ ക്ലിക്ക് ദിസ് ബട്ടൺ. സോ ഇറ്റ്സ് ഇത് ശരിക്കും പറയണമെങ്കിൽ എന്താ, നമ്മൾ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ ഒക്കെ എടുത്തിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കണ പോലെ ക്ലിക്ക് ദിസ് ബട്ടൺ ഇറ്റ്സ് ആഡഡ് ടു ദ കാർട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ദെൻ ഇനിയും പോകണമെങ്കിൽ ഐ ലൈക്ക് റെയിൽവേ, ദെൻ അങ്ങനെ ഒരു 2-3 ഫോൺസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 3 ഫോൺസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫോണ്ട് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിലോട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. വൺ, ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സി, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത 3 ഫോണ്ടിന്റെ ആ ഫോണ്ട് ഫയൽസ് ആയിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്യും. സോ നിങ്ങൾക്ക് ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യാം, സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും യൂസ് ചെയ്യാം. ദെൻ ലെറ്റ്സ് സേ നിങ്ങൾ ഒരു വെബ്സൈറ്റ് ആണ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ വെബ്സൈറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഫോണ്ട് ലിങ്ക് ചെയ്യണം, റൈറ്റ്? അപ്പോൾ അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ദർ. അല്ല, നിങ്ങൾ CSS ആണ് ചെയ്യണമെങ്കിൽ, CSS-ലാണ് നിങ്ങൾ ഫോണ്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ CSS കോഡും കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഗൂഗിൾ ഫോൺസ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ പേരറിയാമെങ്കിൽ യു ക്യാൻ സെർച്ച് ഇറ്റ് ദർ, സെലക്ട് ദ ഫോൺ, യൂസ് ഇറ്റ് ഇൻ യുവർ ഡിസൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അൺസ്പ്ലാഷ്. കുറെ പേര് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. സോ അൺസ്പ്ലാഷ് ആക്ച്വലി ഈ ടൈപ്പ് ഓഫ് ഡിസൈൻസ് അല്ല, അവിടെ കംപ്ലീറ്റ്ലി ഇമേജസ് ആണ്, ഫോട്ടോസ്, ബ്യൂട്ടിഫുൾ ഫോട്ടോസ്. സോ അൺസ്പ്ലാഷ് യൂസ് ചെയ്യാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. നിങ്ങൾ നോർമലി എവിടെ നിന്നാണ് ഫോട്ടോസ് എടുക്കാറ് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ? ലെറ്റ്സ് സേ യു ആർ ഡിസൈനിങ് എ വെബ്സൈറ്റ്, നിങ്ങൾ എവിടെ നിന്നായിരിക്കും ഫോട്ടോ എടുക്കുക? ഗൂഗിൾ ഇമേജസ്. ഗൂഗിൾ ഇമേജ്. Pinterest. Okay, any other answers? ഇല്ല. ഓക്കെ, സോ ഗൂഗിൾ ഇമേജസിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് അറിയാം? ആ ഫോട്ടോ എവിടെ നിന്ന് വരുന്നു? ഒരു ഫോട്ടോ ആണല്ലോ, ഏതൊരു ഫോട്ടോയും ആരോ ഒരാൾ ക്രിയേറ്റ് ചെയ്തതാണ്, സമ്മൺ ക്യാപ്ചർ ചെയ്ത ഒരു ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോ ഞാൻ എന്റെ ഡിസൈനിൽ യൂസ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു ഗെറ്റ് ഹിസ് പെർമിഷൻ. ലൈസൻസിങ് ഇഷ്യൂസ് വരും. അപ്പൊ ലൈസൻസിങ് ഇഷ്യൂസ് വരുന്ന ഇമേജസ് നമുക്ക് നോർമലി നമ്മ ലാർജ് സ്കെയിലിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഡിസൈനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് വിൽ കോസ് ഇഷ്യൂസ്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി അതിന്റെ ഓണറിന്റെ പെർമിഷനോടെ നിങ്ങൾക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ്, സി ദ ഇന്റർനെറ്റ് സോഴ്സ് ഓഫ് ഫ്രീ യൂസബിൾ ഇമേജസ് എന്നാണ് അൺസ്പ്ലാഷിനെ പറയുന്നത്. ആ ടൈപ്പ് ഓഫ് ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അൺസ്പ്ലാഷ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സെർച്ച് ഫോർ വാട്ട് എവർ യു വാണ്ട്. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ റോബോട്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു വെബ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യുന്നതാണെങ്കിൽ യു നീഡ് സം ഫോട്ടോസ് ഓഫ് റോബോട്ട്സ്. സോ യു ക്യാൻ സെർച്ച് ഫോർ റോബോട്ട്സ് ഹിയർ ആൻഡ് യുൽ ഗെറ്റ് സം കംപ്ലീറ്റ്ലി ഫ്രീ ടു യൂസ് ഇമേജസ് ഓഫ് റോബോട്ട്സ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ആയിരിക്കും എല്ലാം. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഇമേജസ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു വോണ്ട് ഹാവ് എനി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു ലൈസൻസിങ് ഇഷ്യൂസോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് unsplash.com യൂസ് ചെയ്യാൻ പറയുന്നത്. സിമിലർ ടു അൺസ്പ്ലാഷ് നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പെറ്റ്സെൽസ് എന്ന് പറഞ്ഞിട്ട്, PEHCLS. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഫ്ലാറ്റ് ഐക്കൺ. ഫ്ലാറ്റ് ഐക്കൺ ഇസ് ആക്ച്വലി എന്താ പറയാ, നമുക്ക് കുറെ ഐക്കൺസ് വേണം നമ്മൾ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും, യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും പല കാര്യങ്ങൾക്കും നമുക്ക് ഐക്കൺസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, മേക്ക് യുവർ ഓൺ ഐക്കൺസ്. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഓക്കെ, നമ്മ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യാനാണെങ്കിൽ യു ഷുഡ് മേക്ക് യുവർ ഓൺ ഐക്കൺസ്. നമ്മൾ നേരത്തെ ഐക്കൺ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് മെറ്റീരിയൽ ഡിസൈനിൽ കണ്ടു. ബട്ട് ഇൻസ്റ്റെഡ് നിങ്ങൾ പെട്ടെന്നൊരു ഡിസൈൻ ബിൽഡ് ചെയ്യുന്നതാണ് ആൻഡ് എന്താ പറയാ, നിങ്ങൾക്ക് വേറൊരാൾ ഡിസൈൻ ചെയ്ത ഡിസൈൻ എടുക്കാനും ആ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാനും ഇഷ്യൂസ് ഇല്ലെങ്കിൽ യു ക്യാൻ കം ടു ഫ്ലാറ്റ് ഐക്കൺസ്. ഓക്കെ, ഫ്ലാറ്റ് ഐക്കൺസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും, ലെറ്റ്സ് സേ ഐ നീഡ് എ ലൊക്കേഷൻ്റെ ഒരു ഐക്കൺ വേണമെങ്കിൽ യു ക്യാൻ സെർച്ച് ഫോർ ലൊക്കേഷൻ ആൻഡ് യുൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫ്രീ ഐക്കൺസ്, ഫ്രീ ടു യൂസ്. ബട്ട് നമ്മ അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള രീതി മാത്രം. ഓക്കെ, സി ഈ കാണുന്ന എല്ലാ ഐക്കൺസും നിങ്ങൾക്ക് അവൈലബിൾ ടു ഡൗൺലോഡ് ആണ്, എക്സെപ്റ്റ് ദ വൺസ് വിത്ത് ക്രൗൺ.
ഈ ക്രൗൺ കൊടുത്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രീമിയം ഐക്കൺസ്, യു ഹാവ് ടു പേ ഫോർ ദം. ബട്ട് ക്രൗൺ ഇല്ലാത്ത ഐക്കൺസ് മോസ്റ്റ്ലി ഫ്രീ ആണ്. അപ്പൊ ലെറ്റ്സ് ഐ ലൈക്ക് ദിസ് വൺ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഐക്കൺ. ഈ ഐക്കൺ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഐക്കൺ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ആസ് ആൻ ഇമേജ്, അല്ലെങ്കിൽ വെക്ടർ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക SVG. അത് SVG എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നാളെ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഫ്രം ഹിയർ. ആൻഡ് ഇപ്പോൾ PNG ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രീ ഡൗൺലോഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദ PNG ഫയൽ. അത് ഏത് റെസൊല്യൂഷനിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്ലാറ്റ് ഐക്കണിൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫ്ലാറ്റ് ഐക്കൺ. ദെൻ attribution is required എന്ന് ഇവരെ പറഞ്ഞിട്ടുണ്ട്. സോ യു നീഡ് ടു attribute the creator, because ആരോ ഒരു ഡിസൈനർ, സം ഡിസൈനർ ലൈക്ക് യു, അവരുടെ ടൈം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്. സോ give them some respect എന്നുള്ള രീതിക്ക് യു നീഡ് ടു attribute them. യു ക്യാൻ അതെങ്ങനെ attribute ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫ്ലാറ്റ് ഐക്കൺ. ഓക്കെ, ഐ തിങ്ക് നമ്മ ഇന്നത്തെ സെഷന്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ടൂൾസിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണെങ്കിൽ എന്തെങ്കിലും കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? എനിവൺ? ഹലോ? ഓക്കെ, ദെൻ പറ വിനായക്, പറയൂ. ഈ അൺസ്പ്ലാഷിനെ കുറിച്ച് ഒന്നുകൂടി പറയാമോ? കേൾക്കാൻ പറ്റില്ല. ഏതിനെ കുറിച്ചാ? അൺസ്പ്ലാഷ്. ഓക്കെ, അൺസ്പ്ലാഷിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഓക്കെ, അൺസ്പ്ലാഷ് ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഇമേജസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ വരുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ പല റാൻഡം സോഴ്സസിൽ നിന്നുള്ളതായിരിക്കും, പല വെബ്സൈറ്റിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോ വെബ്സൈറ്റിലുള്ള ഓരോ ഇമേജസും അപ്ലോഡ് ചെയ്താക്കുന്നത് പല ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജ് നമുക്ക് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. വി ഡോണ്ട് ഹാവ് ദ ലൈസൻസ് വിത്ത് അസ്. ഓക്കെ, കാരണം വേറെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത ഇമേജ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗെറ്റ് ഹിസ് പെർമിഷൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ടു യൂസ്, ഫുള്ളി ലൈസൻസ്ഡ് ആയിട്ട് ഫ്രീ ടു യൂസ് ലൈസൻസ് ഉള്ള ഇമേജസ് കിട്ടുക? അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് അൺസ്പ്ലാഷ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഫോട്ടോസ് ഫോർ എവ്രി വൺ. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഫോട്ടോസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇൻ എനി ആപ്ലിക്കേഷൻ ഓർ എനി ഡിസൈൻ ദാറ്റ് ദേ ആർ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇറ്റ്സ് മോർ ഓഫ് എ സെർച്ച് എഞ്ചിൻ ലൈക്ക് സ്റ്റഫ്. നിങ്ങൾക്ക് ഇതിൽ വന്ന് സെർച്ച് ചെയ്യുക, ഫോട്ടോ എടുക്കുക, ടേക്ക് ഇറ്റ്, ആൻഡ് ഫുൾ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് തന്നെ കിട്ടും. ആൻഡ് നിങ്ങൾക്കും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഈവൻ സബ്മിറ്റ് യുവർ ഓൺ ഫോട്ടോസ്. ഇറ്റ്സ് മോർ ലൈക്ക് എന്താ പറയാ, കുറെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ബിൽഡ് ചെയ്താക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാണ്. മനസ്സിലായോ വിനായക്? മനസ്സിലായി. ഓക്കെ. Then anyone else? വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ട്? ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത് വിൽ ബി ഗോയിങ് ഇൻ ടു ഫിഗ്മ. ഓക്കെ, നോ ഡൗട്ട്സ്. ഓക്കെ, നാളെ നമ്മൾ ഡയറക്ട്ലി വിൽ ഗോ ഇൻ ടു ഫിഗ്മ. ഫിഗ്മയുടെ ബേസിക് ടൂൾസ് എന്തൊക്കെയാണ്, ആ ടൂൾസ് വെച്ചിട്ട് നമ്മൊരു സ്റ്റാർട്ടിങ് ഒരു യൂസർ ഇന്റർഫേസ് നമ്മൾ ബിൽഡ് ചെയ്യും. ആൻഡ് അതിനെങ്ങനെ കളേഴ്സ് പിക്ക് ചെയ്യും, കറക്റ്റ് സ്പേസിങ്, സൈസിങ്, ഫോണ്ട്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ നാളെ നോക്കാൻ പോകുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ച് അറിയണമെന്നോ ഉണ്ടോ, ലൈക്ക് നെക്സ്റ്റ് അപ്കമിങ് സെഷനിൽ ആഡ് ചെയ്യേണ്ടതായിട്ട്? അല്ല, എനിക്ക് ഈ സെഷനിൽ അൺസ്പ്ലാഷ് കഴിഞ്ഞിട്ടുള്ളത് മിസ്സായി. അൺസ്പ്ലാഷ് കഴിഞ്ഞിട്ടുള്ളത്, ജസ്റ്റ് മിനിറ്റ്, കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് ഐക്കൺ അതാണോ? യെസ്, അൺസ്പ്ലാഷ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലാറ്റ് ഐക്കൺ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലാറ്റ് ഐക്കണിൽ നമ്മൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, ഐക്കൺസ് വേണം, റൈറ്റ്? പല ഐക്കൺസ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു മാപ്പ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണമെങ്കിൽ യു നീഡ് ലൊക്കേഷൻ ഐക്കൺസ്, അല്ലെങ്കിൽ ഒരു മെയിലിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ യു നീഡ് ഇമെയിൽ ഐക്കൺസ്, അല്ലെങ്കിൽ ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യുന്ന ഐക്കൺസ് വേണം. അപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് ഐക്കൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓക്കെ, അപ്പൊ പെട്ടെന്നൊരു യൂസർ ഇന്റർഫേസിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രം സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കില്ല ഐക്കൺസിന്. നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ഏതാണോ അതിൽ നിന്ന് ഐക്കൺസിന് എടുക്കാം. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലാറ്റ് ഐക്കൺ എന്ന് പറയുന്നത്. ലെറ്റ്സ് നിങ്ങൾ ഒരു മാപ്പ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നതാണ്, ലെറ്റ്സ് മാപ്പ് പ്ലാറ്റ്ഫോം എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ ഐക്കൺസ് വേണം. സോ യു ജസ്റ്റ് കം ഹിയർ, ടൈപ്പ് ഇൻ ലൊക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ട, മാപ്പ് ലൊക്കേഷൻ വേണം, അല്ലെങ്കിൽ അഡ്രസ് ലൊക്കേഷൻ പിൻ വേണം. ഈ സെർച്ച് ഫോർ പിൻ ഐക്കൺസ് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതില് 2 ടൈപ്പ് ഐക്കൺസ് നമുക്ക് വന്നത്. ഒന്ന് ഫ്രീ ടു യൂസ് ഐക്കൺസ്, ഈ അടിയിൽ ക്രൗൺ ഇല്ലാത്തത്. ഓക്കെ, ഈ അടിയിൽ ക്രൗൺ ഉള്ള ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രീമിയം ഐക്കൺസ്, യു നീഡ് ടു പേ ഫോർ യൂസിങ് ദാറ്റ്. അല്ലാത്ത ബാക്കി എല്ലാ ഐക്കൺസും ഇറ്റ്സ് ഫ്രീ ഫോർ യൂസ്. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ഐക്കൺ, യു ക്യാൻ പ്രിവ്യൂ ഇറ്റ്. അത് 2 ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ SVG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏത് ഫോർമാറ്റിലാണെങ്കിലും അതിന്റെ ഏത് റെസൊല്യൂഷൻ, PNG ആണെങ്കിൽ പല റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. SVG ആകുമ്പോൾ റെസൊല്യൂഷൻ ഡസ് നോട്ട് മാറ്റർ, കാരണം വെക്ടർ ആണ്. ആൻഡ് അതിന്റെ കളറും എഡിറ്റ് ചെയ്യാം. കളർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ലോഗിൻ ടു ഫ്ലാറ്റ് ഐക്കൺ പ്ലാറ്റ്ഫോം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കളറും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇറ്റ് വിൽ മേക്ക് ഇറ്റ് മച്ച് മോർ ഈസി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. നിങ്ങൾ പൊതുവെ മിക്കവരും റീസെന്റ് പല വെബ്സൈറ്റിലും ചെല്ലുമ്പോൾ കുറെ ഡിസൈൻസ് കാണാറില്ലേ, ലൈക്ക് ഇമേജസിന് പകരം ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കാണിച്ചു തരാം. andro.com എന്നും പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. യൂസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും andro? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആൻഡ്രോ, 2-3 ഇലിസ്ട്രേഷൻസ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. യെസ്, അമേസിംഗ് ഇലിസ്ട്രേഷൻസിന്റെ ഒരു വലിയൊരു റെപ്പോസിറ്ററി ആണ് ഈ andro.com എന്ന് പറയുന്നത്. ഓക്കെ, സി കാണാൻ പറ്റണല്ലേ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത്? നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് ഇലിസ്ട്രേഷൻ വേണമെങ്കിലും നിങ്ങളുടെ ഡിസൈൻസിൽ യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഭയങ്കര ഒരു മെറ്റീരിയലിസ്റ്റിക് ഡിസൈനിൽ സിമ്പിൾ ആൻഡ് ക്ലീൻ ഡിസൈൻ ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ വി മൈറ്റ് നോട്ട് പ്രിഫർ യൂസിങ് ഇമേജസ്. അപ്പൊ അങ്ങനെ ഇമേജസ് യൂസ് ചെയ്യണ്ട, പകരം ഇലിസ്ട്രേഷൻസ് യൂസ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ യു ക്യാൻ കം ടു andro.com. നിങ്ങൾക്ക് വേണ്ട ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്ത് തന്നെ എടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ എനിക്കൊരു ആൻഡ്രോയിഡ് ഫോണിന്റെ ഐക്കൺ, ഒരു ഡിസൈൻ വേണം, ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ചുമ്മാ ഫോൺ സെർച്ച് ചെയ്തു ആൻഡ് എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഐ ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ഹിയർ. ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ കളർ റെഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോ എനിക്കിവിടെ റെഡ് കളർ പിക്ക് ചെയ്യാം. കളർ പിക്കർ വെച്ചിട്ട് ഐ ക്യാൻ സെലക്ട് റെഡ് കളർ. ഓക്കെ, സി കളർ അവിടെ ചേഞ്ച് ചെയ്ത് കിട്ടി. ഓക്കെ, ദാറ്റ് റെഡ് കളർ. സി എനിക്ക് കളർ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ആ ഡിസൈൻ ഡൗൺലോഡ് ചെയ്യാം. ഇതും 2 ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നേരത്തെ പോലെ തന്നെ. യു ക്യാൻ എയ്തർ ഡൗൺലോഡ് ആസ് ആൻ ഇമേജ് ഫയൽ, ദാറ്റ് ഇസ് PNG, ഓർ എ വെക്ടർ ഫയൽ ആസ് SVG. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് andro.com. നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ, ചിലപ്പോൾ UI ആയിരിക്കണം എന്നില്ല, മേ ബി വേറെ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴായിരിക്കും, എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പോസ്റ്റേഴ്സ് ആയാലും ഓർ വെബ് ആപ്ലിക്കേഷൻസ് ആയാലും വെബ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും എനിവേ യു ക്യാൻ യൂസ് ദീസ് ഡിസൈൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് andro.com. വേറെ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഉണ്ടോ? ഇനി വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നോ അല്ലെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് ടു ഡിസൈൻ? ഓക്കെ, എന്നാൽ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. Okay. Okay. ഓക്കെ ഓക്കെ ഗുഡ്. സോ നാളെ ടൈം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം, ലിങ്കും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ ലിങ്ക് തന്നെ ആയിരിക്കും യൂസ് ചെയ്യണത്, ഓർ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ്. ബൈ ബൈ. താങ്ക് യു. ഓക്കെ, ബൈ.